ഹലോ, ഇന്നൊരു ഹാപ്പി സൺഡേ ആട്ടോ. കഴിഞ്ഞ ഒരു 6 ദിവസത്തെ ജോലി തിരക്കുകളും ആദ്യം സ്കൂളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇന്നൊരു റിലാക്സിങ് ഡേ ആട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് പുറത്തേക്കൊന്ന് വന്നിരിക്കുകയാണ്. ബാക്കി ദിവസങ്ങളിലൊന്നും എനിക്ക് ഇതിന് സമയം കിട്ടാറില്ല. നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ കുറവാട്ടോ. കുറച്ച് നാൾ മുൻപേ നമ്മൾ 2 മരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ജോലിയുള്ള ദിവസങ്ങളിലൊന്നും നമുക്കതിനെ നോക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എന്തെങ്കിലും പുതിയ ഇല വന്നിട്ടുണ്ടോ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, നനയ്ക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആട്ടോ ഇത്. ഇന്ന് പൊതുവെ എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ട് റിലാക്സ് ആയിട്ടും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഞങ്ങളിന്ന്. ഒരു കോഫി കുടിച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവേ വീക്ക് ഡേയ്സിലൊക്കെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനൊന്നും അധികം സമയം കിട്ടാറില്ല. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യും, വിശേഷങ്ങൾ സംസാരിക്കും, അങ്ങനെയൊക്കെ. നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് പോയി. സൺഡേസ് ഞങ്ങൾ ഒരുമിച്ചാട്ടോ കുക്ക് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാണ്. ആദ്യം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അത് കുറച്ച് ലേറ്റാവും എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചപ്പാത്തിയും പരിപ്പ് കറിയൊക്കെ കൂട്ടി നമ്മൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് എനിക്കുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. വീടിൻ്റെ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കിച്ചണെല്ലാം സെറ്റാക്കി വാഷ് ചെയ്യാനിട്ടു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു. അപ്പോഴത്തേക്ക് ഏട്ടൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം പുല്ലുകളൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളയാണ്. വേസ്റ്റ് കുറച്ച് കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഇല്ല കേട്ടോ, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെടാം. ഇതാണ് ഞങ്ങളുടെ ബ്രൂണോ. ഇന്ന് പുള്ളിക്കാരൻ്റെ ഒരു പാമ്പറിങ് ഡേ കൂടിയാണ് കേട്ടോ. കുളിക്കാൻ വേണ്ടി പോവുകയാണേ. ഏട്ടനാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ആൾ അത്യാവശ്യം കുറുമ്പനാണ്. പക്ഷെ ഇപ്പോൾ അവന് പ്രായത്തിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ആൾ ഉഷാറാട്ടോ. ആൾക്കിപ്പോൾ 14 വയസ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവൻ്റെ വിശേഷങ്ങൾ. പിള്ളേരിവിടെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാട്ടോ ഏട്ടൻ. പ്രത്യേകിച്ച് വൃത്തിയുടെ കാര്യത്തിൽ അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതിൽപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ വണ്ടിയൊക്കെ വാഷ് ചെയ്യാന്നുള്ളത്. വളരെ സമയമെടുത്ത് എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും ശ്രദ്ധിച്ച് പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. മിക്ക സൺഡേസിലും ഇത് സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എല്ലാ വണ്ടികളും വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് റെസ്റ്റൊക്കെ ചെയ്ത് വൈകുന്നേരമായിട്ടോ. നമ്മൾ രാത്രി ഒരു ഫിലിമിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണേ. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അത് ഹാപ്പി ആട്ടോ. നമ്മൾ ഫിലിമൊക്കെ കണ്ട് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ തിരിച്ചു വരുന്ന സമയത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.